Welcome back. Welcome to another session of Sustainable Engineering 201, Module 3, Lecture 2. Myself, Rahul Annar, Assistant Professor, Department of Mechanical Engineering, SNIT, Adwa. റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നമുക്ക് ഈ ലെക്ചറിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സോളാർ എനർജിയും ഫ്യൂവൽ എനർജിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന റേസസിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇലക്ട്രിക്കൽ പവറാക്കി മാറ്റുന്നു. ഫ്യൂവൽ സെൽസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ സെൽസ് ഉണ്ട്, നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്യൂവൽ സെൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെക്ചറിനകത്തിൽ സോളാർ എനർജിയെക്കുറിച്ചും ഫ്യൂവൽ സെൽ എനർജിയെക്കുറിച്ചും കൂടുതൽ പഠിക്കാനാണ് പോകുന്നത്. ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്യൂവൽ സെൽസിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡ് എന്നുമാണ് പറയുന്നത്. ഫ്യൂവൽ സെല്ലിൽ ഒരു ഇലക്ട്രോലൈറ്റും കൂടി ഉണ്ടാവും. അതാണ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഒരു ഇലക്ട്രോഡിൽ നിന്നും മറ്റൊരു ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഹൈഡ്രജനാണ് സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഓക്സിജന്റെ മൂവ്മെന്റും ട്രാൻസ്ഫറും നടക്കുന്നതോടുകൂടിയാണ് ചാർജ് ഫ്ലോ നടക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫ്യൂവൽ സെല്ലിലേക്ക് വർക്കിംഗ് നടക്കുന്നത്. ഇതുപോലെ അനവധി ഫ്യൂവൽ സെൽസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഏകദേശം 0.7 വോൾട്ട് വരെ നമുക്ക് ഇതിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഒരുപാട് പവർ നമുക്ക് ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ പറ്റും. കമ്പയർഡ് ടു അതർ ഗ്യാസോലിൻ ഡിവൈസസ് നമുക്ക് പൊല്യൂഷൻ വളരെ കുറവാണ് ഫ്യൂവൽ സെൽസിന് വരുന്നത്. അടുത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽ സെൽസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെൽസ്, PEMFCS എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെൽസ്, EAFC, സോളിഡ് ആസിഡ് ഫ്യൂവൽ സെൽസ്, SAFC, ആൽക്കലൈൻ ഫ്യൂവൽ സെൽ, AFC. ഹൈ ടെമ്പറേച്ചർ ഫ്യൂവൽ സെൽസ് ആയിട്ട് നമുക്ക് 2 എണ്ണമുണ്ട്, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽ ആൻഡ് മോൾട്ടൻ കാർബണേറ്റ് ഫ്യൂവൽ സെൽ, MCFC എന്ന് പറയുന്ന ഫ്യൂവൽ സെൽ. ഈ ഫിഗറിൽ കാണുന്നതാണ് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഇതിൽ ഒരു പോളിമർ ഇലക്ട്രോലൈറ്റ് ആണ്, തിൻ ഷീറ്റ്സ് ആയിട്ടാണ് ഇലക്ട്രോലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഏകദേശം 40% എഫിഷ്യൻസി പറയുന്നത്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമുക്കൊരു തിൻ ഷീറ്റ്സ് ആണ് ഇതിന്റെ ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പവേർഡ് കാർസിൽ, അതായത് കാറുകളിലും അതുപോലെ തന്നെ വെഹിക്കിളുകളിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സെല്ലുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിന് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആനോഡ് അല്ലെങ്കിൽ കാഥോഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം പ്ലേറ്റുകളാണ്. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫ്യൂവൽ സെൽസിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് തന്നെ നോക്കാം. കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പൊല്യൂഷൻ കമ്പയർഡ് ടു അതർ ഡിവൈസുകൾ നോക്കുമ്പോൾ പൊല്യൂഷൻ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ് കമ്പയർഡ് ടു അതർ ഗ്യാസോലിൻ പവർ ഡിവൈസസ്. എഫിഷ്യൻസി ഈസ് കമ്പാരിറ്റീവ്ലി ഗുഡ്. ഹൈ എഫിഷ്യൻ്റ് അല്ല, എന്നിരുന്നാൽ കൂടിയും കമ്പയർഡ് ടു അതർ ഡിവൈസസ് ഓർ എൻജിൻസ് എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി ബെറ്റർ തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്കൊരു 65% എഫിഷ്യൻസിയാണ് ഈ സെല്ലിന് കിട്ടുന്നത് കമ്പയർഡ് ടു ഗ്യാസോലിൻ എൻജിൻസ്. അത് നമുക്കതൊരു 40% ഒക്കെയാണ് ഗ്യാസോലിൻ എൻജിൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 65% എഫിഷ്യൻസി ഉണ്ട്. സോ ഒരു 25% ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും പൊല്യൂഷൻ ഫ്രീ ആണ് എന്നുള്ളത് കൂടി നമുക്ക് കണക്കിലെടുത്ത് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഡിസഡ്വാൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും കോസ്റ്റ് ആണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. ഇതിൽ സെല്ലുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡ്, ആനോഡ് ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ വരുമ്പോൾ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇതിന് മെയിൻ്റനൻസ് കൂടും. അതുകൊണ്ട് തന്നെ ഡ്യൂറബിൾ അല്ല കമ്പയർഡ് ടു അതർ ഡിവൈസസ്. അത്ര ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്യൂവൽ സെൽസിൻ്റെ അപ്ലിക്കേഷൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ക്യാൻ ബി യൂസ്ഡ് ആസ് എ പവർ സോഴ്സസ് ഇൻ റിമോട്ട് ഏരിയാസ്. അതുപോലെ തന്നെ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ഓഫ് ഗ്രിഡ് പവർ സപ്ലൈസ്. ഓൾസോ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ബോത്ത് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് സൂചിപ്പിക്കാൻ പറ്റും. താങ്ക് യു.